ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോക്സ്. തുറന്ന് എന്തുവാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വാ. നമ്മളിതാ തുറന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എന്തുവാന്ന് നോക്കാം. ഓക്കെ, ബില്ല് മാറ്റാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. Realme Buds Wireless 2. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, കവർ ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് പറയാം. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത് വരുന്നുണ്ട്. സോഫ്റ്റ്വെയറോ പാസീവോ ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ അല്ല, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ്. നല്ല ഹൈ ബഡ്ജറ്റിൽ വരുന്ന പ്രോഡക്റ്റിനകത്ത് മാത്രമാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരാറുള്ളത് സാധാരണ. പിന്നെ സോഡിയുടെ ഒരു ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ചിപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ എന്താണ് ചാർജിങ് കപ്പാബിലിറ്റിയും കാര്യങ്ങളുമാണ്. ഒരു 13.6 mm ബാസ് ബൂസ്റ്റ് ഡ്രൈവറാണ് ഇതിൽ വന്നിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, സൗണ്ടും കൂടുതലായിരിക്കും. പിന്നെ 88 ms സൂപ്പർ ലോ ലേറ്റൻസി വരുന്നുണ്ട്. 22 വയസ്സ് ബാക്കപ്പ്. നമുക്ക് തുറന്നു നോക്കാം. മെയിനായിട്ട് ഇതിൽ വന്നിരിക്കുന്ന ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ സോണിയുടെ ഡാക്കിൻ്റെ ചിപ്പും ഹൈ റെസൊല്യൂഷൻ ഓഡിയോ വയർലെസ് സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ബോക്സിൽ നിന്ന് വെളിയിലെടുക്കാം. നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്ക് ബാൻഡ് വെളിയിലെടുക്കാം. ഓക്കെ, നല്ല കിഡിലൻ പാക്കിങ്. ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടുള്ള നെക്ക് ബാൻഡുകളിൽ ഏറ്റവും ബെറ്റർ. ചാനലിലും അല്ലാതെയും ബോക്സ് തുറന്നെടുത്തിട്ടുള്ളത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഇതാണ്. അപ്പോൾ നമ്മൾ നെക്ക് ബാൻഡ് ഇനി ബോക്സിനകത്ത് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. നെക്ക് ബാൻഡിൻ്റെ പുറകിൽ താണ്ട് ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനകത്ത് വരുന്നത്. ചാർജിങ് കേബിൾ ടൈപ്പ് സി ആണ്, ടൈപ്പ് സി ടു ടൈപ്പ് എ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇയർബഡ്സ് ഒരു 2 പെയർ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റാണ്, അപ്പോൾ ഒത്തിരി നശിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്കൊന്ന് ലാർജും സ്മോളും ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയം നമ്മുടെ നെക്ക് ബാൻഡിനകത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന കുറേ ബുക്ക്ലെറ്റുകളാണ്. മാനുവൽ, റിയൽമിയുടെ മാനുവലും കാര്യങ്ങളും. പിന്നെ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ നെക്ക് ബാൻഡിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയൽമിയുടെ ബഡ്സ് വയർലെസ് 2ൻ്റെ ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം. അവരുടെ ബ്രാൻഡിൻ്റെ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്, ബ്ലാക്കും യെല്ലോയും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇയർ ടിപ്സ് നോക്കാം. അതുകൊണ്ട് ഇവിടെ നല്ലൊരു കളറിങ് കൊടുത്തിട്ടുണ്ട് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് നല്ല പ്രീമിയം ആയിട്ടുള്ള കളറിങ്ങാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പിന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെ മൈക്കുകൾ വരുന്നുണ്ട് ഇവിടെ. പിന്നെ മാഗ്നറ്റാണ്, ഒരുവിധം തരക്കേടില്ലാത്ത സ്ട്രോങ് മാഗ്നറ്റാണ്. പിന്നെ നമ്മുടെ ഇവിടെ 2 ബാറ്ററി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ, നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടും കയ്യിലെടുക്കുമ്പോൾ തന്നെ. ഓക്കെ, പിന്നെ നമ്മുടെ ബട്ടൺസിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ വോളിയം അപ്പും വോളിയം ഡൗണും പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതും. പിന്നെ ഇത് വോയിസ് അസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റായിട്ട് അൺബോക്സ് ചെയ്യുകയാണ്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവസാനം പറയുന്നതായിരിക്കും. ബട്ടൺസ് എല്ലാം
കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ നോയിസ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളല്ല. നോയിസ് ക്യാൻസലേഷൻ നമ്മൾ കോൾ ചെയ്യുന്ന ടൈമിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ്. അല്ലാതെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ ഒക്കെ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവായിട്ടുള്ളത് വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. പാസീവായിട്ടുള്ളത് വർക്ക് ചെയ്യും. പിന്നെ USB Type-C ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 12 മണിക്കൂർ ഉപയോഗിക്കാമെന്ന്. ഓക്കെ, ടോട്ടൽ ഒരു 3/4 മണിക്കൂർ ചാർജ് ചെയ്യണമായിരിക്കും ഫുള്ളാവാൻ. പിന്നെ റിയൽമിയുടെ ഒരു ടാഗ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ടാഗ് വരുന്നുണ്ട്, റിയൽമിന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഒരു മൈക്ക് വരുന്നത്. ഓക്കെ, നമുക്കിനി ബാക്കിയൊന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോർട്ടുകൾ ബട്ടൺസ് നമ്മൾ നോക്കാം. ഇതെവിടെ വോളിയം അപ്പ്, നമ്മുടെ കോൾ കട്ട് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും ഉള്ളത്. അതിനുശേഷം വോളിയം ഡൗണ്. ഇവിടെ നമുക്ക് നമ്മുടെ മോഡുകൾ മാറ്റാം. ട്രാൻസ്പെറൻസി മോഡും നോയിസ് ക്യാൻസലേഷൻ മോഡും ചേഞ്ച് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. നമ്മൾ രണ്ട് ബഡ്സുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. അത് ഓണായി. ഇൻഡിക്കേറ്റർ ഇവിടെ കത്തുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. ഓഫാക്കാനും അത് തന്നെ ചെയ്താൽ മതി. ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം ഓക്കെ, പെയറിങ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് പെയർ കൊടുക്കുക. ഓക്കെ, പെയർ ആയിട്ടുണ്ട്. റിയൽമി ബഡ്സ് വയർലെസ് കോൾസ് ആൻഡ് ഓഡിയോ പെയർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. LDAC ചിപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ ചില ഫോൺസിനകത്ത് സപ്പോർട്ട് ചെയ്യും, പ്രീമിയം ഫോൺസിനകത്തൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അത് ഓൺ ചെയ്തിടാം. അത് നല്ലൊരു സ്പെസിഫിക്കേഷനാണ്. സോണിയുടെയാണ് LDAC ചിപ്പ് വരുന്നത്. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് തരുന്നുണ്ട്. അതാണ് നമ്മൾ ഓൺ ചെയ്തിട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് റിയൽമിയുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി റിയൽമിയുടെ ലിങ്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് റിയൽമി ലിങ്ക് ഫസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഇൻസ്റ്റാൾ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് അക്കൗണ്ട് വേണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റിയൽമിയുടെ ലിങ്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗോട്ട് ഇറ്റ്. ഇന്ത്യ സെലക്ട് ചെയ്തു. ലിങ്ക് ഡിവൈസ് ലിങ്ക് ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഓക്കെ, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഓക്കെ, നമ്മളിത് ജസ്റ്റ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ റിയൽമിയുടെ ബഡ്സ് വയർലെസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് പിന്നെ ചെയ്യാം. അല്ല, നമ്മുടെ റിയൽമിയുടെ അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അപ്ഡേറ്റ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ റിയൽമിയുടെ നെക്ക് ബാൻഡിന് വന്നിരിക്കുന്ന അപ്ഡേറ്റാണ്. ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റിന് ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് അല്ല, നമ്മുടെ ഈ നെക്ക് ബാൻഡിനുള്ള അപ്ഡേറ്റാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് റിയൽമിയുടെ ഇപ്പോഴത്തെ ഡിവൈസുകൾക്ക്, സ്മാർട്ട് കണക്റ്റ് ഡിവൈസുകൾക്കെല്ലാം അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫേംവെയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതിൽ കൂടുതൽ ഫീച്ചേഴ്സും എല്ലാം അൺലോക്ക് ആവും. അതുമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഓക്കെ ആവും. അപ്ഡേറ്റ് ആവുന്നുണ്ട്. സ്പീഡ് ഉണ്ടാവും. കുഴപ്പമില്ല. ഡൗൺലോഡ് പെട്ടെന്നായി. കുറച്ച് MB ഒക്കെ കാണത്തുള്ളൂ, 10-40 MB ഒക്കെ കാണും. എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് 90% ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൂടുതലായി. ഡൗൺലോഡ് പെട്ടെന്നായി. അപ്ഡേറ്റ് ബ്ലൂടൂത്ത് ട്രാൻസ്ഫർ അല്ലേ ആവുന്നത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, 95, 96, 97, 99 ആയിട്ടുണ്ട്. അത് തീരാറായെന്ന് തോന്നുന്നു. 100. ഓക്കെ, ബാക്ക്. ഓക്കെ, ഇനി ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഞാൻ നോക്കാം. കണക്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്ഡേറ്റ് ആയതിനു ശേഷം ഒന്നുകൂടെ റീകണക്ട് ചെയ്യുക. ഓക്കെ, കണക്ഷൻ ഫെയിൽഡ്. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ആയതിൻ്റെ ഒരു ഇതാണ്. കുറച്ച് ടൈം നമ്മളതിന് കൊടുക്കണം. അടുത്തത് നോയ്സ് കൺട്രോൾസ് വരുന്നുണ്ട്, സൗണ്ട് എഫക്ട്സ് വരുന്നുണ്ട്, മൂഡുകൾ വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്, അതർ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ആദ്യം തൊട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. നോയ്സ് കൺട്രോൾ 3 രീതിയിൽ ഇതിലുണ്ട്. നോർമലുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ട്രാൻസ്പെറൻസി മോഡുണ്ട്. ഓക്കെ, മൂഡ് സ്വിച്ചിങ്, നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് നോർമലും കൂടെ സെറ്റ് ചെയ്താൽ ഇതിൽ 3 മോഡായിട്ട് വരും. ഇപ്പം നമ്മൾ
ഈ മോഡ് ബട്ടണിൽ ഞെക്കുമ്പം ഒരു വട്ടം ഒറ്റ ക്ലിക്ക് മതി. ഓക്കെ, നമ്മളപ്പോൾ ഈ മോഡ് ബട്ടണിനകത്ത് ഞെക്കുമ്പം ഒറ്റ ക്ലിക്കിനകത്ത് നോയ്സ് ക്യാൻസലേഷനും അടുത്ത ഒരു ക്ലിക്ക് ഞെക്കുമ്പം നോർമൽ, അടുത്തത് ട്രാൻസ്പെറൻസി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്യാം എത്ര മോഡ് വേണമെന്നുള്ളത് ഇതിനകത്ത്. ഇത് നമുക്ക് കിട്ടുന്ന ടൈമിൽ ഡീഫോൾട്ടായിട്ട് 2 മോഡാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പം 3 സെറ്റ് ചെയ്ത് നമ്മൾ 3 മോഡായിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സൗണ്ട് എഫക്ട്സ് ആണ് വരുന്നത്. ബാസ് ബൂസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത ഡൈനാമിക് സെറ്റ് ചെയ്യാം, ബ്രൈറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഓഡിയോ എൻഹാൻസർ ഓണായി കിടക്കുവാണ്. ഇപ്പോൾ ഡൈനാമിക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മോഡ് ഗെയിമിംഗ് മോഡ് വേണമെങ്കിൽ നമുക്ക് ഓണാക്കി ഇടാം, ഓഫ് ചെയ്തിടാം. പിന്നെ പവർ സേവിംഗ് മോഡ് ഓണാക്കി ഇടാം, ഓഫ് ചെയ്തിടാം. ഓക്കെ, വെൻ യു ടേൺ ഓഫ് പവർ സേവിംഗ് മോഡ് ഡിസ്കണക്ട് ഫോൺ റീകണക്ട്, ക്യാൻസൽ കൊടുക്കാം. അടുത്ത് ഓട്ടോ ആൻസർ എന്ന് വെച്ചാൽ നമുക്ക് ഇയർബഡ്സ് സെപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ബട്ടൺ സെറ്റിങ്സും വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ ബട്ടൺസ് സെറ്റ് ചെയ്യാമെന്നുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കും. അതാ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന ഫീച്ചേഴ്സ്. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് നമ്മളിതാ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്താൽ മതി. വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും, അപ്ഡേഷൻ വല്ലതും ഉണ്ടെങ്കിൽ. ഓക്കെ, 50% ഇത് ചാർജ് ഉണ്ട് നമുക്ക് കിട്ടുന്ന ടൈമിൽ. പിന്നെയും കുറേ റിയൽമി ബഡ്സ് ക്യൂതി ഓൾറെഡി കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. സെറ്റിങ്സ്, ഇത് ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷനൊക്കെ നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഇതിനകത്തൂടെ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർക്കും നമ്മുടെ ഓഡിയോ റെക്കോർഡിങ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ പോലും അൺബോക്സിങ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇതൊന്ന് വെച്ചിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാത്തതെന്ന്. ഓക്കെ, അപ്പോൾ ഓഡിയോ എങ്ങനെയുണ്ട്, കൊള്ളാം? കണ്ടിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം. നമ്മുടെ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു എക്സ്പീരിയൻസ് റിവ്യൂ ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പ്രൈസിന് വെർത്താണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫറിലും കൂടെ കിടന്നുകൊണ്ട് നമ്മൾ എടുത്തതാണ്. 2000 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. 2300 2400 റേഞ്ചിലാണ് ഇത് ലോഞ്ച് ചെയ്തതും വിറ്റുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.